നമസ്കാരം, ഏവർക്കും അക്ഷയ കേരളമിലേക്ക് സ്വാഗതം. കേരളത്തിലെ സ്ത്രീകൾക്കും ട്രാൻസ് സ്ത്രീകൾക്കും വേണ്ടി ആരംഭിച്ച സ്ത്രീ സുരക്ഷാ പദ്ധതിയും യുവജനങ്ങൾക്കായി നടപ്പിലാക്കിയ കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതിയും സംബന്ധിച്ച് ഇപ്പോൾ വലിയ ചർച്ചകളാണ് നടക്കുന്നത്. ചില മാസങ്ങളിലെ തുക വിതരണം വൈകുന്നതായും ചില അപേക്ഷകളിൽ ഇതുവരെ തീരുമാനം ഉണ്ടായിട്ടില്ലെന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നതോടെ നിരവധി ആളുകൾ ആശങ്കയിലാണ്. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഈ രണ്ട് പദ്ധതികളുമായി ബന്ധപ്പെട്ട ഇതുവരെ ലഭ്യമായ വിവരങ്ങൾ വിശദമായി നമുക്ക് പരിശോധിക്കാം. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കാത്ത നിർധന കുടുംബങ്ങളിലെ സ്ത്രീകൾക്കും ട്രാൻസ് സ്ത്രീകൾക്കും സാമ്പത്തിക സഹായം നൽകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പദ്ധതി. 35 മുതൽ 60 വയസ്സ് വരെയുള്ളവർക്ക് പ്രതിമാസം 1000 രൂപ വീതമാണ് ഈ പദ്ധതിയിലൂടെ ലഭിക്കേണ്ടത്. ഈ പദ്ധതി 2025 ഒക്ടോബർ 29-നാണ് അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രഖ്യാപിച്ചത്. പദ്ധതി പ്രഖ്യാപിച്ച സമയത്ത് തന്നെ പ്രതിപക്ഷമായിരുന്ന UDF ശക്തമായ വിമർശനങ്ങളുമായി രംഗത്തെത്തിയിരുന്നു. പ്രഖ്യാപനങ്ങൾ മാത്രമല്ല, യഥാർത്ഥത്തിൽ പണം ലഭിക്കുമോ എന്ന ചോദ്യവും അന്ന് ഉയർന്നിരുന്നു. എന്നാൽ പിന്നീട് ഫെബ്രുവരി 11-ന് പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നടന്നു. ഉദ്ഘാടനത്തിന് ശേഷം വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ലക്ഷക്കണക്കിന് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ആദ്യഘട്ടത്തിൽ 10,58,700 പേർക്ക് 1000 രൂപ വീതം വിതരണം ചെയ്തു. ഇതിനായി ഏകദേശം 105.87 കോടി രൂപ ചെലവഴിച്ചതായാണ് അറിയിച്ചത്. അതിനുശേഷം ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലും തുക വിതരണം നടന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ പദ്ധതിക്കായി LDF സർക്കാർ ബഡ്ജറ്റിൽ 3720 കോടി രൂപ മാറ്റിവെച്ചിരുന്നു. ഇത് പദ്ധതിക്കായി വലിയ പ്രാധാന്യം നൽകിയതിന്റെ തെളിവായാണ് അന്ന് വിലയിരുത്തപ്പെട്ടത്. മാർച്ച് മാസത്തിലെ കണക്കുകൾ പ്രകാരം ഏകദേശം 18,18,047 അപേക്ഷകളാണ് ലഭിച്ചിരുന്നത്. അതിൽ 5 ലക്ഷത്തിലധികം അപേക്ഷകളിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്ന വിവരങ്ങളും പുറത്തുവന്നു. മാർച്ചിലെ കണക്കുകൾ പ്രകാരം 16,27,091 പേരെ ഗുണഭോക്താക്കളായി കണ്ടെത്തി. ഇവർക്ക് വേണ്ടി 162.41 കോടി രൂപ വിതരണം ചെയ്തതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതിനുശേഷം ഏപ്രിൽ മെയ് മാസങ്ങളിൽ അപേക്ഷകരുടെ എണ്ണം വീണ്ടും ഉയർന്നതായും വിവരങ്ങൾ പുറത്തുവന്നു. പിന്നീട് അപേക്ഷകരുടെ എണ്ണം 18,18,047 വർദ്ധിച്ചു. ഇതിൽ 16,40,343 പേരെ അർഹരായി കണ്ടെത്തിയതായും ഇവർക്ക് പണം അനുവദിക്കുന്നതിനുള്ള ഫയലുകൾ ധനവകുപ്പിൽ നിന്ന് എത്തിയതായും റിപ്പോർട്ടുകൾ പറയുന്നു. എന്നാൽ ഇതിൽ അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ലെന്ന വിവരങ്ങളാണ് പുറത്തുവന്നത്. ഒരു മാസത്തിനിടെ തദ്ദേശ സ്ഥാപനങ്ങൾ വഴി 5 ലക്ഷത്തിലധികം പുതിയ അപേക്ഷകൾ ലഭിച്ചതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇത് പദ്ധതിയോടുള്ള ജനങ്ങളുടെ താൽപര്യം വർദ്ധിച്ചതിന്റെ സൂചനയായി വിലയിരുത്തപ്പെടുന്നു. ലഭ്യമായ കണക്കുകൾ പ്രകാരം മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ അപേക്ഷകൾ. ഏകദേശം 2.55 ലക്ഷം അപേക്ഷകളാണ് അവിടെ നിന്നുള്ളത്. ഇത് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ഉയർന്ന കണക്കാണ്. ഇനി യുവജനങ്ങൾക്കായി ആരംഭിച്ച കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതിയെക്കുറിച്ച് നോക്കാം. തൊഴിൽ മേഖലയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്ന യുവാക്കൾക്ക് സാമ്പത്തിക പിന്തുണ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി ആരംഭിച്ചത്. 18 മുതൽ 30 വയസ്സ് വരെയുള്ള യുവജനങ്ങൾക്കാണ് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക. കുടുംബ വാർഷിക വരുമാനം 5 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം. 5 ലക്ഷം യുവാക്കൾക്ക് ആനുകൂല്യം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി ആരംഭിച്ചത്. ജനുവരി മാസത്തിൽ 10,000 പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 1000 രൂപ വീതം നൽകി. തുടർന്ന് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായി 75,376 പേർക്ക് കൂടി സഹായധനം ലഭിച്ചു. ഈ പദ്ധതിക്കായി ബഡ്ജറ്റിൽ 400 കോടി രൂപ വകയിരുത്തിയിരുന്നു. യുവജനങ്ങൾക്ക് വലിയ സഹായമാകുമെന്ന് അന്ന് വിലയിരുത്തപ്പെട്ട പദ്ധതികളിൽ ഒന്നായിരുന്നു ഇത്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ തുക വിതരണം സംബന്ധിച്ച് അനിശ്ചിതത്വം നിലനിൽക്കുന്നതായും തൊഴിൽ വകുപ്പ് നൽകിയ നിർദ്ദേശങ്ങൾ ധനവകുപ്പിൽ തുടരുകയാണെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്.
കൂടാതെ 70,000 പുതിയ അപേക്ഷകൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിൽ ഈ പദ്ധതിയെക്കുറിച്ച് പ്രത്യേക പരാമർശം ഉണ്ടായില്ലെന്ന കാര്യവും ചില റിപ്പോർട്ടുകളിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതും പദ്ധതിയുടെ ഭാവിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയരാൻ കാരണമായിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും പ്രധാന കാര്യം ഇതാണ്: പദ്ധതി പൂർണ്ണമായും അവസാനിപ്പിച്ചു എന്ന് ഔദ്യോഗിക അറിയിപ്പ് വന്നിട്ടില്ല. ചില മാസങ്ങളിലെ തുക വിതരണം വൈകുന്നതും അപേക്ഷകളിൽ തീരുമാനമുണ്ടാകാത്തതും ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. അതിനാൽ അപേക്ഷ നൽകിയവർ പരിഭ്രാന്തപ്പെടേണ്ട കാര്യമില്ല. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഓഫീസുകളിൽ നിന്ന് വിവരങ്ങൾ അന്വേഷിക്കാം. ഔദ്യോഗിക അറിയിപ്പുകൾ ശ്രദ്ധിക്കണം. പുതിയ ഉത്തരവുകളോ സർക്കാർ വിശദീകരണങ്ങളോ വന്നാൽ അതനുസരിച്ച് കാര്യങ്ങൾ മാറാൻ സാധ്യതയുണ്ട്. സുഹൃത്തുക്കളെ, സ്ത്രീ സുരക്ഷാ പദ്ധതിയും കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതിയും നിരവധി കുടുംബങ്ങൾക്കും യുവജനങ്ങൾക്കും പ്രതീക്ഷ നൽകുന്ന പദ്ധതികളാണ്. ചില മാസങ്ങളിലെ തുക വിതരണം വൈകുന്നതും അപേക്ഷകളിൽ തീരുമാനം ഉണ്ടാകാത്തതുമായ സാഹചര്യങ്ങൾ സംബന്ധിച്ചാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. അതേസമയം പദ്ധതി പൂർണ്ണമായി നിർത്തലാക്കിയതായി സർക്കാർ തലത്തിൽ വ്യക്തമായ ഔദ്യോഗിക പ്രഖ്യാപനവും വന്നിട്ടില്ല എന്ന കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കണം. പുതിയ ഉത്തരവുകളോ സർക്കാർ വിശദീകരണങ്ങളോ ലഭിക്കുന്നതിലൂടെ കൂടുതൽ വ്യക്തത വരാനാണ് സാധ്യത. ഇത് സംബന്ധിച്ച പുതിയ വിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് അതിവേഗം നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ അമർത്താനും മറക്കരുത്. നന്ദി. വീണ്ടും മറ്റൊരു പ്രധാന വീഡിയോ ആയി കാണാം. നന്ദി, നമസ്കാരം.